ഇവൾക്ക് അണ്ടീസും പിന്നെ ഇത് വാങ്ങിക്കാനായിട്ട്. അയ്യോ അത് അറിഞ്ഞൂടെ? UNDIS അണ്ടീസ് പാൻഡീസ്. കഴിഞ്ഞ 30 വർഷമായി എന്നെ പഠിച്ചോണ്ടിരിക്കുന്ന എന്റെ മമ്മി ഇതുവരെ എന്റെ അടുത്ത് പറഞ്ഞോണ്ടിരുന്ന ടൈക്കാർഡിനാണ്. ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് വേറെ എവിടെയാണ് എന്നെ പെട്ടതെന്ന്. ഞാൻ നിങ്ങളുടെ മോനാണോ? അയ്യോ. അപ്പോ ഷീ ഈസ് പ്രഗ്നന്റ് വിത്ത് മൈ ചൈൽഡ് ഫോർ ദി പാസ്റ്റ് 5 months. അടപടല മൂഞ്ചും, എല്ലാ സൈഡിൽ നിന്നും മൂഞ്ചും. പക്ഷേ ഇവിടെ അയ്യോ മൂഞ്ചുക എന്ന് പറയുന്നത് വളരെ നല്ല വാക്കാണ് മമ്മി. ചെയ്യുന്നത് അവരുടെ ഭർത്താക്കന്മാരാണ്. അപ്പൊ അവരെ നിങ്ങൾ അകത്തേക്ക് കെട്ടണം. ഞങ്ങൾ വൃത്തിയിട്ട ആൾക്കാരൊന്നുമല്ല. ഞങ്ങൾ സ്ത്രീകളെയും കുട്ടികളൊക്കെ മനസ്സിലാക്കുന്ന നല്ല ആൾക്കാർ തന്നെയാണ്. ഞങ്ങൾ കയറിയാലല്ലേ ഇവറ്റകൾക്കൊക്കെ നല്ല രീതിയിലുള്ള മെന്റൽ സപ്പോർട്ട്സ് കാര്യങ്ങളൊക്കെ കിട്ടത്തുള്ളൂ. പൈസ കുറഞ്ഞ ആൾക്കാരായിരിക്കുമല്ലോ. പക്ഷെ അവർ ഈ അപ്പിയിട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ മൂത്രം ഒഴിച്ചു കഴിഞ്ഞാൽ വെള്ളം ഒഴിക്കുക എന്ന് പറയുന്നത് ഒരു എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യമില്ലടേ. അത് അവർ ചെയ്യുന്നില്ലടേ. ഇത് Hello guys, welcome back. My name is Subin and this is my channel Happiness with Source. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു പുതിയൊരു കിടിലൻ കണ്ടന്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ഞെട്ടും അല്ലേ കണ്ണ? ഞെട്ടില്ലേ? അതെ. അതായത് നമ്മുടെ ലൈഫിൽ എപ്പോഴും നമ്മൾ പറയേണ്ട ഒരു കാര്യമുണ്ട്. മൂന്നാമതൊരാൾ നമ്മുടെ ലൈഫിൽ കയറിയാൽ നമ്മൾ അടപടല മൂഞ്ചും, എല്ലാ സൈഡിൽ നിന്നും മൂഞ്ചും. പക്ഷേ ഇവിടെ അയ്യോ മൂഞ്ചുക എന്ന് പറയുന്നത് വളരെ നല്ല വാക്കാണ് മമ്മി. എൻ്റെ 2 അമ്മമാര് ബാക്കിൽ ഇരിപ്പുണ്ടേ. ഇല്ലോ അമ്മയുണ്ട്, ബ്ലഡ് അമ്മയുണ്ട്. അപ്പോൾ സംഭവം നമ്മുടെ ലൈഫിൽ മൂന്നാമതൊരാൾ കയറാൻ വേണ്ടി പോവുകയാണ്. പക്ഷെ ഈ ആൾ വളരെ സന്തോഷം കൊണ്ടൊക്കെയാണ് വരാൻ പോകുന്നത്. റിവീലേടി വേണ്ടേ ആൾ ഇതിൻ്റെ അകത്ത് കിടപ്പുണ്ട്. അങ്ങനെ നമ്മൾ 5ാമത്തെ മാസത്തിലോട്ട് കടന്ന് ഗൈസ്. ഇതുവരെയ്ക്കും നിങ്ങൾക്ക് ഒരു സൂചന പോലും ഞങ്ങൾ തന്നിട്ടില്ല. കാരണം അറിയാലോ നമ്മൾ പക്കയായിട്ട് നമ്മൾ എല്ലാ ടെസ്റ്റും കഴിഞ്ഞിട്ട് നിങ്ങളുടെ അടുത്ത് പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതുവരെ ഞങ്ങൾ വെയിറ്റിങ്ങിലായിരുന്നു. അപ്പോൾ ഷീ ഈസ് പ്രഗ്നന്റ് വിത്ത് മൈ ചൈൽഡ് ഫോർ ദി പാസ്റ്റ് 5 months. അങ്ങനെ നമ്മൾ ഇനി അനോമലി സ്കാനിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പോകണം കേട്ടോ. പിന്നെ കണ്ണന് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? പറ. സന്തോഷം, സമാധാനമായി. മുന്നേ ഭയങ്കര ഒരു പേടിയൊക്കെ ആയിരുന്നു. ആദ്യത്തെ ഒരു 3 മാസം നമ്മൾ അത്രയും നല്ല രീതിയിൽ കെയർ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് അറിയില്ല. നമ്മൾ ചെയ്യുന്നതൊക്കെ ബെറ്ററായിട്ടാണോ എത്ര കെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്ക് വെച്ചൊരു ലൂസിങ് ഔട്ട് അല്ലേടി, ചെറിയൊരു സ്പോട്ടിങ് ഒക്കെ വന്നു. അപ്പോൾ നമുക്ക് കുറച്ച് പേടിയൊക്കെ വന്നു. പക്ഷെ ഇപ്പം പ്രോപ്പറായി എന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ നീ പറ. പിന്നെന്താ, ആദ്യത്തെ 3 മാസം ഒന്നും കഴിക്കാനൊന്നും പറ്റിയില്ലായിരുന്നു. പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എല്ലാത്തിലും, എല്ലാ കാര്യത്തിലും. എല്ലാം ഡൗട്ടായിരുന്നു അല്ലേ, നമ്മൾ ചെയ്യുന്നൊക്കെ ശരിയാണോ തെറ്റാണോ അങ്ങനെയൊക്കെ ഉള്ളൊരു ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പൊ കുഴപ്പമില്ല. 4ാം മാസമൊക്കെ കഴിയുമ്പോഴത്തേക്കും ആഹാരമൊക്കെ കഴിച്ചു തുടങ്ങുന്നുണ്ട്. കുഴപ്പമില്ലല്ലോ. ഈ വിശപ്പില്ലെങ്കിൽ പോലും നമ്മൾ ആ ഒരു സ്ട്രിക്റ്റ് റെജിമെ ഫോളോ ചെയ്യുന്നുണ്ട്. ഇത്ര സമയം കഴിഞ്ഞാൽ ഇത് കഴിക്കണം. പിന്നെ കൂടുതലായിട്ട് വെജിറ്റബിൾസ് കഴിക്കണം എന്ന് നമുക്ക് നല്ലൊരു ഐഡിയ കിട്ടിത്തന്നത് സത്യം പറഞ്ഞാൽ ഈ കഴിഞ്ഞ ആഴ്ച മുതലാണ്. ഞങ്ങൾ മുന്നേ ഒരു ആദ്യത്തെ ഒരു 3 month നമ്മൾ പോയത് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലാണ്. അത് GG ഹോസ്പിറ്റൽ എന്ന് പറയും. പക്ഷേ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മിസ്സായില്ലേ. അത് കുറേ കാര്യങ്ങളൊന്നും പറഞ്ഞു തന്നില്ല. ഈവൻ അവർ പറയും ലൈക്ക് ഇത് കഴിയും. പക്ഷേ അത് എത്ര ക്വാണ്ടിറ്റി കഴിക്കണം, ഏത് ടൈമിൽ കഴിക്കണം, എന്താണ് നിങ്ങൾ കൂടുതലായിട്ട് കൊടുക്കേണ്ടത്, അവരൊരു ജനറൽ ഒരു ഐഡിയ തന്നതേ ഉള്ളൂ. പക്ഷേ ഒരു കൗൺസിലിംഗ് സെഷൻ പോലും നമുക്ക് എടുത്തു തന്നത് എപ്പോഴാണെന്ന് അറിയോ? ഞങ്ങൾക്ക് കൺഫ്യൂഷൻ വന്ന് ഞങ്ങൾ വേറൊരു ഹോസ്പിറ്റലിൽ കൂടെ പോയി കൺസൾട്ട് ചെയ്തു. തൈക്കാട് ഹോസ്പിറ്റൽ ഉണ്ടല്ലോ, അതായത് എന്നെ പ്രസവിച്ച എൻ്റെ ഉമ്മ ബാക്കി ഇരിപ്പുണ്ട്. എന്നെ പ്രസവിച്ച ഫോർട്ടിലാടാ. അപ്പൊ തൈക്കാടല്ലേ ഫോർട്ട് ഹോസ്പിറ്റലോ? മായലോടെ പറഞ്ഞത്. അപ്പൊ ചിന്നുനെ എവിടെ പ്രസവിച്ച? അയ്യോ ലാബ്രോസ്കോപ്പി അന്ന് സാധനം. അപ്പൊ തൈക്കാട് പോകുന്നില്ലേ? ഒരു ബന്ധമില്ലേ? അപ്പൊ കഴിഞ്ഞ 30 വർഷമായി എന്നെ പഠിച്ചോണ്ടിരിക്കുന്ന എന്റെ മമ്മി ഇതുവരെ എന്റെ അടുത്ത് പറഞ്ഞോണ്ടിരുന്ന ടൈക്കാർഡിനാണ്. ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് വേറെ എവിടെയാണ് എന്നെ പെട്ടതെന്ന്. ഞാൻ നിങ്ങളുടെ മോനാണോ? അയ്യോ. എന്നിട്ട് അവിടുത്തെ ഡോക്ടറെ അടുത്ത് പോയി പറഞ്ഞു ഞാൻ ഇവിടുത്തെ പ്രോഡക്റ്റ് ആണ്, ഭയങ്കര ബുദ്ധി എന്നൊക്കെ.
ശരി. അങ്ങനെ കുഴപ്പമില്ല. ഇനി ഇപ്പോഴാണ് ഞാൻ ആ ഒരു 30 വർഷം കഴിഞ്ഞിട്ട് ആ സത്യം മനസ്സിലാക്കുന്നത്. ഞാൻ തൈക്കാടിന്റെ പ്രോഡക്റ്റ് അല്ല അത്. ശരി, അവിടെ പോയിട്ട് വീമ്പിളൊക്കെ അല്ലായിരുന്നു. അവിടുത്തെ പ്രോഡക്റ്റ് ആണ്, ബുദ്ധിയുണ്ട്, മാങ്ങ ഉണ്ടെന്നൊക്കെ. ഏതായാലും ബുദ്ധിയൊക്കെ ഉണ്ട് കേട്ടോ, അങ്ങനെയൊന്നും പറയണ്ട. അപ്പോൾ പോട്ടെ. അപ്പോൾ നമ്മൾ അവിടെ പോയപ്പോഴാണ് കറക്റ്റ് കൗൺസിലിംഗ് സെഷനും ഒക്കെ ഞങ്ങൾക്ക് തന്നിട്ട് എന്താണ് ആക്ച്വലി നമ്മളവിടെ ചെയ്യേണ്ടത് അല്ലേടി എല്ലാം പക്കയായിട്ട് പറഞ്ഞു തന്നപ്പോഴാണ് ഞങ്ങളുടെ എല്ലാ ഡൗട്ട്സും അവർ ക്ലിയർ ചെയ്ത് തന്നു. ഇപ്പോഴാണ് ഞങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത് എന്ന് മനസ്സിലായത്. I'm completely happy and satisfied with the answers provided by the government doctors. നല്ല തലയുണ്ടെന്നല്ല, നല്ല തലയുണ്ട് അവർക്ക്. അടിപൊളി. നിനക്കടി? അല്ല, അതിന് ആ ഡോക്ടറിന്റെ അടുത്ത് പോയപ്പം അപ്പോയിന്റ്മെന്റിന് വേണ്ടി വീട്ടിൽ പോയപ്പോൾ കുഴപ്പമില്ല. വീട്ടിൽ പോകുമ്പോൾ നല്ല ഒരുപാട് നേരം അല്ലേ, ഒരു മണിക്കൂർ നേരമെങ്കിലും നമ്മൾ സംസാരിച്ച് കാണും. പക്ഷെ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഡോക്ടറിന് സമയമില്ല, ഒരുപാട് പേര് ക്യൂ നിൽക്കുന്നുണ്ട്. 200+ OP കൺസൾട്ടേഷൻ അവർക്ക് വരുന്നത്. അപ്പം നമുക്ക് ഇതേപോലെ ഞങ്ങൾ പിന്നെ ഇരുന്ന് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ടൈം അവർക്ക് ഇല്ലായിരിക്കാം, സ്വാഭാവികം. അപ്പം ഓക്കെ, കറക്റ്റാണ്. ബാക്കി പിന്നെ ചെറിയ ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നല്ലേ തൈക്കാട് പോയപ്പം. ഒന്ന് ഭയങ്കര ചൂടാണ്, ഫാനൊന്നും ഇല്ല അവിടെ. അതൊക്കെ വരുന്നത് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഏറ്റവും വലിയൊരു പ്രശ്നം അതാണ് കേട്ടോ. അതൊന്ന് പിന്നെ അധികൃതർ ഈ സംഭവങ്ങളൊക്കെ ഈ പിള്ളേരൊന്നും മിണ്ടായിരുത്തോ, ഇത് എന്തിരുത്, നിങ്ങൾ അവിടെ ചെന്നിട്ട് സംസാരിക്കാം. ഈ അധികൃതർ ഒന്ന് നോക്കിയിട്ട് കുറച്ച് ഫാൻസ് അവിടെ വരുന്ന ഗർഭിണികൾക്കും പിന്നെ കൂടെ വരുന്ന ഇതേപോലത്തുള്ള ഭർത്താക്കന്മാർക്കും കുറച്ച് ഫാൻ മതി. AC ഒന്നും ഇട്ട് തരണം കേട്ടോ, ഫാനെങ്കിലും ഇട്ട് തന്നാൽ മതി. പിന്നെ ഞങ്ങൾ പോയപ്പോൾ വേറെ സംഭവം, പിന്നെ ഈ കാർ പോർച്ചിൽ ഒരു ഫാൻ ഇട്ടേക്കണം, ചുമ്മാ ഇരുന്ന് കറങ്ങിക്കൊണ്ടിരിക്കണം അല്ലേടി, ഒരു വേഗവും ഇല്ലാണ്ട്. എന്ത് തേങ്ങയാണ് ആണുങ്ങളെ കേറ്റൂല അതിനകത്ത്, അത് വേറൊരു കാര്യം. ഗർഭിണികളെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് അവരുടെ ഭർത്താക്കന്മാരാണ്. അപ്പൊ അവരെ നിങ്ങൾ അകത്തേക്ക് കെട്ടണം. ഞങ്ങൾ വൃത്തിയിട്ട ആൾക്കാരൊന്നുമല്ല, ഞങ്ങൾ സ്ത്രീകളെയും കുട്ടികളൊക്കെ മനസ്സിലാക്കുന്ന നല്ല ആൾക്കാർ തന്നെയാണ്. ഞങ്ങൾ കയറിയാലല്ലേ ഇവറ്റകൾക്കൊക്കെ നല്ല രീതിയിലുള്ള മെന്റൽ സപ്പോർട്ട്സ് കാര്യങ്ങളൊക്കെ കിട്ടത്തുള്ളൂ. അപ്പം നിങ്ങൾ ഞങ്ങളെയും കൂടെ ഒന്ന് പരിഗണിക്കുക. അറ്റ്ലീസ്റ്റ് എപ്പോഴും കയറ്റുന്നില്ല എങ്കിലും പ്രഗ്നന്റ്, അതായത് പ്രസവിക്കുന്ന സമയമെങ്കിലും ഞങ്ങൾ അകത്തേക്ക് കയറ്റുക ദയവ് ചെയ്ത്. ഓക്കെ, അത് നിങ്ങളൊന്ന് പരിഗണിക്കണം. ഫാന് ഇടയ്ക്ക് വെച്ച് കുടിക്കാനായിട്ടുള്ള നല്ലൊരു അക്വാ ഫിൽറ്ററൊക്കെ ഉള്ള ഒരു നല്ലൊരു വെള്ളത്തിന്റെ സംവിധാനം ചെയ്യുക. ഓക്കെ, പിന്നെ പ്രൈവസി ഒട്ടുമില്ല കേട്ടോ. തുണിയൊക്കെ ഇല്ലാണ്ട് അങ്ങ് കിടന്നോണം എല്ലാവരുടെ മുമ്പിൽ, പെണ്ണുങ്ങളുടെ മുമ്പിൽ. അതൊക്കെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ ടോയ്ലറ്റിൽ ഒന്നും ഒട്ടും വൃത്തിയില്ലടേ അവിടെ വരുന്ന. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പ്രോബ്ലം അല്ല, അവിടെ വരുന്ന ലോക്കൽസിന്റെ പ്രശ്നങ്ങളാണ്. കാരണം ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കൂടുതലും വരുന്നത് പൈസ കുറഞ്ഞ ആൾക്കാരായിരിക്കുമല്ലോ. പക്ഷെ അവർ ഈ അപ്പിയിട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ മൂത്രം ഒഴിച്ചു കഴിഞ്ഞാൽ വെള്ളം ഒഴിക്കുക എന്ന് പറയുന്നത് ഒരു എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യമില്ലടേ. അത് അവർ ചെയ്യുന്നില്ലടേ. ഇത് എനിക്കറിയില്ല ഇവർക്ക് വീട്ടിൽ ടോയ്ലറ്റ് ഉണ്ടോ. എനിക്ക് തോന്നുന്നു ഇവർ വെളയിലാണ് പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നത്, അപ്പിയിട്ടാ കഴിവത്തമാർ. അപ്പം അങ്ങനെ ഒരു പ്രശ്നം അവിടെ വന്നു. അപ്പം അതും കൂടെ ഒന്ന് അതുപോലെ ഇത് ആട്ടുകാരാണ് കണ്ട് മനസ്സിലാക്കേണ്ടത്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അയ്യോ, ഇത് നാണക്കേടല്ലോ, ഇതൊക്കെ നടക്കുന്ന കാര്യങ്ങളാ. ഇതൊക്കെ ഇച്ചിരി പറയുമ്പോൾ നാണക്കേടാ. അത് നല്ല തലയുള്ള ആൾക്കാരായിട്ടോ ഇരിക്കുന്നത് അവിടെ. ഒരു ദിവസത്തെ പണിയാണ് പോയിട്ട് വരുന്നത്, അത്രേ ഉള്ളൂ. ഫ്രീ ആണ്. അല്ല, കഫ്താൻ. ഇത് വവ്വാലുമാ, വവ്വാല് പോലെ കിടക്കുന്ന സാധനം. ഇത് ഒരെണ്ണം മാത്രമേ വാങ്ങിച്ചോളൂ. ഇതൊരു കടയിൽ പോയപ്പോഴത്തേക്കും കണ്ട് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചു. അതായത് ഗർഭിണികൾക്ക് മാത്രമുള്ള ഒരു കടയുണ്ട് കേട്ടമ്മ, നമ്മൾ അവിടെ പോയേ. അപ്പം അത് എവിടെയാണ്? ശാസ്ത്രമംഗലം. വഴുതക്കാട് അവിടെ ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ് അമ്മ. അതായത് ഇവൾക്ക് അണ്ടീസും പിന്നെ ഇത് വാങ്ങിക്കാനായിട്ട്. അയ്യോ, അത് അറിഞ്ഞൂടെ? UNDIS അണ്ടീസ്, പാൻഡീസ്. അയ്യോ, മറ്റേതല്ല. അയ്യോ, അതിനൊരു വേറൊരു മീനിങ് കൂടി ഉണ്ട്. ഗായ്സ്, നിങ്ങൾക്ക് അറിഞ്ഞൂടെങ്കിൽ ഒരു കാര്യം പറഞ്ഞുതരാം. പെണ്ണുങ്ങളുടെ അടിയിലിരുന്ന ഷെഡിക്ക് നമ്മൾ പാൻഡീസ് എന്ന് പറയുന്നില്ലേ, അതുപോലെ തന്നെ അതിനെ അണ്ടീസ് എന്ന് പറയും. ഓക്കെ, മലയാളികൾക്ക് അതൊരു വലിയൊരു ചിരിമയമായിട്ട് മാറും. പക്ഷെ യഥാർത്ഥത്തിൽ അതങ്ങനെയും പറയുന്നുണ്ട്. അമ്മയൊക്കെ ഇരുന്ന് ചിരിക്കണ ബാക്കില്. അയ്യോ, ഇത് ഒരു നാണക്കേടും ഇല്ല. നമുക്ക് ഇടാമെങ്കിൽ പിന്നെ അത് പറഞ്ഞുകൂടെ? ഇതാണ് ഈ വൃത്തികെട്ട മലയാളി സ്ത്രീ. എനിക്ക് വാങ്ങണം. ഇതുവരെ ഡ്രസ്സൊന്നും വാങ്ങിച്ചു തുടങ്ങിയില്ല. ഞാൻ ഒരു മാസം അല്ല, അടുത്ത മാസം. അപ്പൊ ഇടാൻ ഡ്രസ്സൊന്നുമില്ല, ഒന്നും കേറുന്നില്ല. ഇത് മാത്രമേ ഉള്ളൂ. ഇതും പിന്നെ ഇങ്ങനത്തെ 2 എണ്ണം എന്തോ ഉണ്ട്. കഫ്താൻ ഒന്നേ ഉള്ളൂ, അല്ലാണ്ട് 2 എണ്ണം എന്തോ ഉണ്ട്.
ഇതുവരെ ഒന്നും വാങ്ങിച്ചില്ല, പാൻറ്റീസ് പോലും വാങ്ങിച്ചില്ല. സംസമിൽ തന്നെ കയറേണ്ട കാര്യം തോന്നുന്നു. എനിക്ക് വീട്ടിലെത്തണം. നാളെ ഉണ്ട് അമ്മായിക്ക്, നാളെ ഏത് ദിവസം? വീട്ടിൽ മേടിക്കണില്ല. 2 ദിവസം ഞാൻ ഫ്രീ ആയിട്ട് നിൽക്കണം. പറ്റുമെങ്കിൽ കയറിയാൽ മതി, അല്ലെങ്കിൽ നീ ഇപ്പം പറ്റൂലല്ല. ഇതോ നിക്കുന്നു, വരാൻ പറഞ്ഞ. എനിക്ക് ഒന്നും ഇങ്ങനെ കൈയും വീശി നടക്കാനാണ് എനിക്കിപ്പോ ഇഷ്ടം. ഞാൻ കൈ വീശി നടക്കുന്നത്. മാ എനിക്ക് വണ്ണം വെച്ചാ ഏമാ ഗർഭിണികളുടെ ഇതുണ്ട് അല്ലേ? ഞാൻ തോന്നുന്നു എന്റെ വീട്ടിൽ മാത്രം ഒരു മനുഷ്യർക്ക് പറഞ്ഞിട്ടില്ല. ഈ കൊച്ചു പറയാൻ ഒന്നും പറയരുത്, ഇനി ഞാൻ പറയും. ഇനി പറയണ്ട, കുറച്ച് കഴിഞ്ഞിട്ട്. 5 മാസത്തേക്ക് പറയാം. ഞാൻ പറയും അത്ര തന്നെ. എനിക്ക് നാണക്കേട് വരില്ലേ എന്റെ വീട്ടിൽ പറഞ്ഞില്ലെങ്കിൽ? ഓ എന്തൊരു നാണക്കേട്.